ആൾക്കാര് അഭിപ്രായം നമ്മൾ പ്രബുദ്ധരെന്നൊക്കെ പറയുന്നതിനകത്ത് ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് തട്ടിയപ്പോഴേ MA യൂസഫ് അലിയുടെ പടം എന്നിട്ടൊരു ക്യാപ്ഷൻ, ഞാൻ വലിയ സിനിമാടനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ലൈക്കൊന്നും കിട്ടുമല്ലോ, എന്നിട്ടൊരു 3000 പേര് അങ്ങനെ പറയരുത് സാർ, അങ്ങനെ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ 3000 ഈ പ്രബുദ്ധ ജനതയെ പെട്ടതാന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മള് പ്രബുദ്ധരാന്ന് പറയുമല്ലോ, അതിൽ ഈ 3000 കൂടെ പെടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ പറയരുത്. നിങ്ങൾ സിനിമാടൻ അല്ലെങ്കിൽ എന്താ കുഴപ്പം, അല്ലെ അഭിനയിച്ചോ ഞങ്ങൾ കാണാം. ഈ സംഘം ഉണ്ട്, അത് എല്ലായിടത്തും ഉണ്ടല്ലോ. ഒരു ദിവസം കൊണ്ട് അടിവയറ്റിലേക്ക് കൊഴുപ്പ് കുറിക്കുക എന്നുള്ളതിനൊക്കെ 600-700 കമന്റ് ഉണ്ട്. ഞാൻ ചെയ്തു നോക്കി കുറഞ്ഞില്ല എന്ന് പറയണവനുണ്ട്. ഒരു ദിവസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കുറയ്ക്കാൻ പറ്റില്ല ഇത്. അത്രയും പ്രബുദ്ധരുണ്ട് ഇതിന്റെ ഇടയില്. അത് വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സംഘം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വക കാര്യങ്ങൾ. ഏറ്റവും ദിവസം അത് ഒരു ദിവസം നോക്കുമ്പോ മഞ്ജു വാര്യരുടെ ഫോട്ടോ ഇട്ടിട്ട് നവ്യ നായർ എന്ത് സുന്ദരിയാണല്ലേ എന്ന് ക്യാപ്ഷൻ. അപ്പൊ ഒരു 150-200 പേര് എടാ പൊട്ട ഇത് മഞ്ജു വാര്യരാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബുദ്ധിമാന്മാര് വന്നേക്കാണ്, എടാ പൊട്ട ഇത് നിങ്ങളെ കൊണ്ട് കമന്റ് ഇടിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നതാണ്. അത് 5500 എണ്ണം ഉണ്ട്. ബുദ്ധിമാന്മാർ 5500, മറ്റേത് 1500. ശരിക്കും ഇവര് രണ്ടുപേരും പെട്ട് കിടക്കുക. മറ്റവൻ കുഴിച്ച കുഴിയിൽ രണ്ടുപേരും വീണ് കിടക്കുക. ഇവന്റെ വിചാരം അവൻ പെട്ടുന്ന ഒന്നുമില്ല, ഇവനും പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇവൻ കമന്റിട്ട കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാണ്, അങ്ങനൊന്നുമില്ല. ഒരു കാണുന്നതിനൊരു അഭിപ്രായം അങ്ങ് പറയുക, അല്ലാതെ അതിനകത്തൊരു പഠനമോ വിഷയങ്ങളോ ഒന്നുമില്ല. ഞാൻ കണ്ടതിനെ പറ്റി എന്റെ വക ഒരു അഭിപ്രായം. അങ്ങനെ ഞാൻ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. എനിക്ക് സങ്കടം വന്നു. ഒരു ചേച്ചിയുടെ പടം ഇട്ടിട്ട് ഞാൻ 36 വയസ്സായി, കോട്ടയത്താണ്, ഒറ്റക്കാണ്, മിണ്ടിയും പറഞ്ഞു ഉണ്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട് എന്തോരം പേരാളാ നമ്പർ ഇട്ടെന്നും പറഞ്ഞിട്ട് എത്ര പേരാന്നറിയാമോ ഇതില് നമ്പർ.